എവറീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുട്ടിച്ചായൻ. ഇത് നമ്മുടെ നേഴ്സറിയിലെ എൻ്റെ അബിയു തോട്ടമാണ്. അബിയു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അബിയുവിൻ്റെ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് വീട്ടിൽ 1-2 എണ്ണത്തിൽ 2-3 കാകൾ മാത്രമേ കഴിഞ്ഞ വർഷം ഈ വർഷം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ധാരാളമുണ്ട്. അവിടെ പോയി ഞാൻ പറിച്ചുകൊണ്ട് ഫ്രിഡ്ജ് വെക്കും. വൈകിട്ട് മടുത്ത് ചെല്ലുമ്പോൾ 2 ഫ്രൂട്ട്സ് എടുത്ത് മുറിച്ചിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാറുണ്ട്. അതായത് നമുക്ക് വളരെ സന്തോഷം, അതായത് മടുത്ത് ചെല്ലുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ല സന്തോഷം തരുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു. ഇതെൻ്റെ അബിയു തോട്ടമാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വെച്ചിരുന്നതാണ് 3 എണ്ണം ബക്കറ്റിൽ. അതായത് ചിലർക്കൊക്കെ ഒരു താല്പര്യമുണ്ട്, നമ്മുടെ ഒരു വീട്ടിൽ കൊണ്ട് ഒരു ഫ്രൂട്ട്സ് എങ്ങനെ നടും, അതായത് എല്ലാ ടൈലുകളിട്ട് മുറ്റം മുഴുവൻ ടൈലൊക്കെ ഇട്ട് ചൂട് പിടിപ്പിച്ച് വെച്ചേക്കുന്ന മുറ്റങ്ങളാണ്. ഒരു വീട് പണിതിട്ട് അവിടെ അന്നേരം അവർ ചിന്തിക്കുന്നില്ല എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ്, ഒരു പ്ലാവ്, ഒരു റംബൂട്ടാൻ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കണം എന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ എൻ്റെ നഴ്സറിയിൽ ഞാനൊരു 2-3 അബിയു ഇതുകൊണ്ടൊക്കെ ബക്കറ്റിനകത്ത് വെച്ചു. അത് കഴിഞ്ഞ വർഷം പൂവിട്ടെങ്കിലും കാ പിടിച്ചില്ല. ഇത് 2-3 എണ്ണം ഒന്നിച്ച് 2 എണ്ണം ഒന്നിച്ച് വെക്കണമെന്നാണ് പറയുന്നത്. ഇത് അബിയുവിൽ മുന്തിയ ഇനമാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ഇരുന്നിട്ടാണ് അടുത്ത വർഷം ഇതിലെ കാ നിങ്ങൾക്ക് ഞാൻ പറിച്ച് തരുന്നതാണ്. ആരെങ്കിലും നഴ്സറി വന്നാൽ ഇതിൻ്റെ അബിയു തോട്ടം, അബിയു തൈ കൂടുതൽ ആവശ്യമുള്ളവർ ആരെങ്കിലും വിളിച്ചാൽ വളരെ മിതമായ വിലയിൽ ഹോൾസെയിലായിട്ട് തരാൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. 1000-ഓ 2000-ഓ 3000-ഓ തൈ തരാൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആവശ്യക്കാർ വിളിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാത്തിരിക്കുക.